പഠിച്ച കാര്യം ഒന്നുകൂടി പറയാണ്. സെൽസ് ഇൻ പാരലൽ ആണ് കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനം പറഞ്ഞു നിർത്തിയത്. സെൽസ് ഇൻ പാരലൽ എന്ന് പറഞ്ഞാൽ 2 ബാറ്ററീസുകളുണ്ട്. അതിൻ്റെ പോസിറ്റീവ് ടെർമിനൽ ഇതേപോലെ പരസ്പരം കണക്ട് ചെയ്യുക. കണ്ടില്ലേ? നെഗറ്റീവ് ടെർമിനലും പരസ്പരം കണക്ട് ചെയ്യുക. എന്നിട്ട് ആ കോമൺ പോസിറ്റീവ് ടെർമിനലിൽ നിന്ന് ഒരു വയർ വലിക്കുക. കോമൺ നെഗറ്റീവ് ടെർമിനലിൽ നിന്നും വയർ വലിക്കുക. എന്നിട്ട് ഇവിടെ എന്താണ് കണക്ട് ചെയ്യാൻ ഉദ്ദേശിക്കണതെന്ന് വെച്ചാൽ കണക്ട് ചെയ്യുക. ബൾബോ ഫാനോ എന്താണെന്ന് വെച്ചാൽ അത് ഇങ്ങനെ കണക്ട് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് പാരലൽ കണക്ഷൻ ഓഫ് സെൽസ്. സെൽസ് ആർ ഇൻ പാരലൽ. അപ്പോൾ ഇഫക്റ്റീവ് ഇ എം എഫ് ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ഫോർമുല. ഇത് മറന്നു പോകാൻ പാടില്ല കേട്ടോ. ഇഫക്റ്റീവ് ഇ എം എഫ് കാണാനുള്ള ഫോർമുല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഫക്റ്റീവ് ഇ എം എഫ് എന്ന് പറഞ്ഞാൽ ഈ 2 സെല്ലും മാറ്റിയിട്ട് ഒരു സിംഗിൾ സെല്ല് വെച്ചിട്ട് ഇത് വർക്ക് ചെയ്യിപ്പിക്കണം. ഈ 2 സെല്ല് മാറ്റിയിട്ട് ഒറ്റ സെല്ല് മതി. ഇതേ ബ്രൈറ്റ്നെസ് കിട്ടുന്ന രീതിയിൽ ഒരു സിംഗിൾ സെല്ല് വെച്ചിട്ട് മാനേജ് ചെയ്യാൻ നോക്കുകയാണ്. അപ്പോൾ ആ സിംഗിൾ സെല്ലിൻ്റെ ഇ എം എഫ് അതാണ് ഇഫക്റ്റീവ് ഇ എം എഫ്. ഇത് രണ്ടും റീപ്ലേസ് ചെയ്തൊരു സെല്ല് വെക്കുമ്പോൾ ഇതേ ബ്രൈറ്റ്നെസ് കിട്ടണമെങ്കിൽ എന്ത് ഇ എം എഫ് ഉണ്ടാവണം? ഇ ഇഫക്റ്റീവ് ഈക്വൽ ടു E1 by R1. R1 R2 ആർ ദ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഓഫ് ദ സെൽസ്. അപ്പോൾ ഇത് ബൈ ഹാർട്ടാക്കി വെക്കുക. കുറച്ച് ഇമ്പോർട്ടൻറ്റ് ഫോർമുലയാണ്, മറന്നുകൊണ്ടാ. ഇ ഇഫക്റ്റീവ് ഈക്വൽ ടു E1 by R1, E2 by R2, E3 by R3 എക്സെട്ര ബൈ 1 by R1 plus 1 by R2 എക്സെട്ര. പിന്നെ ഇഫക്റ്റീവ് ഇ എം എഫിനൊരു ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് ഉണ്ടാവും. നമ്മൾ ഏതൊരു സെല്ല് വെക്കുമ്പോഴും അതിനൊരു ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഉണ്ടാവും. ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഇല്ലാത്ത സെല്ല് ലോകത്തില്ല. ഏതൊരു സെല്ലെടുത്താലും അതിനുള്ളിൽ ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ നമ്മളൊരു സെല്ല് വെക്കണം എന്ന് പറഞ്ഞിരുന്നല്ലോ ഇതേ ബ്രൈറ്റ്നെസ് കിട്ടാനായിട്ട്. അതിൻ്റെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഇതായിരിക്കും വരുന്നത്. ദ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് ഓഫ് ദ സിംഗിൾ സെൽ. ഇത് രണ്ടും റീപ്ലേസ് ചെയ്ത് സിംഗിൾ സെല്ല് വെക്കുകയാണല്ലോ. ദ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് ഓഫ് ദ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഓഫ് ദ സെൽ വിൽ ബി 1 by R ഇഫക്റ്റീവ് ഈക്വൽ ടു 1 by R1 plus 1 by R2 എക്സെട്ര. പറഞ്ഞതാണ്, ഞാൻ ഒന്നുകൂടിയും പറഞ്ഞു. ഓക്കെ ആയോ നിങ്ങൾക്ക്? ബിനു, ഐഷ, കീർത്തി എല്ലാവർക്കും ക്ലിയർ ആയല്ലോ അല്ലേ? ക്ലിയർ ആയോ പറഞ്ഞത്? എവിടെ പ്രോബ്ലം നോക്കാം. ഡെറിവേഷൻ ഒരു പ്രോബ്ലം ചെയ്തിട്ട് ഡെറിവേഷൻ ചെയ്യുന്നതല്ലേ നല്ലത്. ഇതൊരു ബോർഡ് എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ടെക്സ്റ്റ് ബുക്കിൽ ഇല്ല പ്രോബ്ലം, ബോർഡ് എക്സാമിന് ക്വസ്റ്റ്യൻ വരും. ഞാൻ വായിക്കാം ക്വസ്റ്റ്യൻ. 2 cells of EMFs 1.5 volt 2 volt having internal resistance 0.2 ohm 0.3 ohm respectively are connected in parallel. Calculate the EMF and internal resistance of the equivalent cell. ഇതെങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞുതരാം. നേരത്തെ പറഞ്ഞ അതേ സംഭവം തന്നെയാണ്, ഈ കാര്യം തന്നെയാണ്. ഈ സംഭവം തന്നെയാണ് അവിടെ വരുന്നത്. ഇത് വരയ്ക്കണമെന്നൊന്നും യാതൊരു നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഈ പ്രോബ്ലം ചെയ്യാൻ ഈ ഡയഗ്രാം വരയ്ക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് സെല്ലുണ്ട്, E1 ആണത്. E1 അതിൻ്റെ EMF 1.5 വോൾട്ട് ആണ്. അതിനുള്ളിലൊരു റെസിസ്റ്റൻസ് ഉണ്ട്, ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് എന്ന് പറയും. അത് 0.2 ohm ആണ്. ക്വസ്റ്റ്യൻ വായിച്ചു നോക്ക്. 0.2 ohm ആണ്. ഇത് ആദ്യത്തെ സെല്ലിൻ്റെ ഡീറ്റെയിൽ. അതുപോലെ രണ്ടാമത്തെ സെല്ലിന് EMF ഉണ്ട്, E2 എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് 2 വോൾട്ട്. ആ സെല്ലിനകത്തൊരു റെസിസ്റ്റൻസ് ഉണ്ട് R2, 0.3 ohm ആണ്. ഇത് വരയ്ക്കണമെന്ന് യാതൊരു നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഇത് മനസ്സിലായോ? ഞാൻ ഇപ്പം പറഞ്ഞ കാര്യം ക്ലിയർ ആയോ നിങ്ങൾക്ക് എല്ലാവർക്കും? ഐഷ, ബിനു, കീർത്തി ക്ലിയർ അല്ലേ? ബിനു റെസ്പോൺസ് വേണം. ബിനു അപ്പോൾ നമുക്ക് ഇഫക്റ്റീവ് ഇ എം എഫ് കണ്ടുപിടിക്കണം. ഇഫക്റ്റീവ് ഇ എം എഫ് കാണാനുള്ള ഫോർമുല E1 by R1, ഞാൻ എഴുതി തന്ന ഫോർമുല ഓർമ്മയുണ്ടല്ലോ, E2 by R2, E3 by R3. ഇവിടെ E3 ഒന്നും ഇല്ലാത്തതുകൊണ്ട് എഴുതണ്ട. ബൈ 1 by R1 plus 1 by R2 plus 1 by R3 ഇവിടെ ഇല്ലാത്തതുകൊണ്ട് വേണ്ട. ഇതാണ് ഇതിൻ്റെ ഫോർമുല. മനസ്സിലായേ അല്ലേ?
ഇത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഈ ഫോർമുല യൂസ് ചെയ്യുക. ഇപ്പോഴേ വാല്യൂ കൊടുക്കുന്നതിന് മുമ്പ് ഇത് വേണമെങ്കിൽ ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് വാല്യൂ കൊടുത്താൽ മതി. ഇത് ഇങ്ങനെ പഠിച്ചു വെച്ചാൽ മെമ്മറി നിൽക്കുള്ളൂ, അതുകൊണ്ടാണ് ഇങ്ങനെ എഴുതുന്നത്. വേണമെങ്കിൽ ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാം. E1 R2 ഇത് എങ്ങനെ ഒന്ന് ക്രോസ് ചെയ്താലോ? E1 R2 പ്ലസ് പിന്നെ ഇങ്ങനെ ഒന്ന് ക്രോസ് ചെയ്താലോ? E2 R1 താഴെ R1 R2 ആണ്. ഓൾ ഡിവൈഡഡ് ബൈ, ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്തിട്ട് എഴുതാം. ഇങ്ങനെ പഠിച്ചു വെച്ചോ. ഇതൊന്നും ഇവിടെ ഒന്ന് ക്രോസ് ചെയ്താൽ R1 പ്ലസ് R2 ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ വഴിയേ ബൈ R1 R2. ഈ സ്റ്റെപ്പോ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ അല്ലേ? ഈ സ്റ്റെപ്പ് ബിനുവിന് മനസ്സിലായി, ഐഷ, കീർത്തി എല്ലാവർക്കും ക്ലിയർ ആയി? R1 R2 രണ്ട് സ്റ്റെപ്പിൽ മുകളിലും താഴെ വെട്ടിപ്പോയി. R1 R2 മുകളിലും താഴെ വെട്ടിപ്പോയി. ഇവിടെ എഴുതിക്കോട്ടെ, സ്പേസ് ലാഭിക്കാമല്ലോ. അതിൻ്റെ ബാക്കിയാണ്. വി ഗെറ്റ് E1 R2 പ്ലസ് E2 R1 ഡിവൈഡ് ബൈ R1 പ്ലസ് R2. നേരെ വാല്യൂസ് ഇട്ട് കൊടുത്തു, ഒന്നും നോക്കണ്ട. എല്ലാം ഞാനവിടെ ക്ലിയർ ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ട്, അത് ഇട്ട് കൊടുത്താൽ മാത്രം മതി. E1 അവിടെ എഴുതി വെച്ചിട്ടുണ്ട് 1.5. ഇതൊരു ബോർഡ് എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. ഞാൻ ഇയർ അവിടെ കാണിച്ചിട്ടില്ല. R2 എന്ന് പറഞ്ഞാൽ ആ ഫിഗർ അവിടെ എഴുതി വെച്ചിരിക്കുന്ന നോക്കി പകർത്തിയാൽ മതി. 0.3. E2 എന്ന് പറഞ്ഞാൽ 2 ആണ്. R1 എന്ന് പറഞ്ഞാൽ 0.2 ആണ്. R1 പ്ലസ് R2 എന്ന് പറഞ്ഞാൽ 0.2 പ്ലസ് 0.3 ആണ്. തൽക്കാലത്തേക്ക് സമയം ലാഭിക്കാൻ വേണ്ടി കാൽക്കുലേഷൻ സ്കിപ്പ് ചെയ്യാണ്. നിങ്ങൾ ക്ലാസ് കഴിഞ്ഞിട്ട് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്കിത് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ഞാൻ വോയിസ് മെസ്സേജ് അയക്കാം, അല്ലെങ്കിൽ ഞാൻ വാട്സപ്പ് മെസ്സേജ് അയക്കാം. ഓക്കെ, ഇത് വെറുതെ മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും പറഞ്ഞ് സമയം കളയണ്ടല്ലോ എന്ന് ചോദിച്ചിട്ടാണ്. 1.5 പ്ലസ് ഇൻറ്റു 0.3 പ്ലസ് 0.4 അല്ലേ? അതെ. ഓൾ ഡിവൈഡഡ് ബൈ 0.5. 0.5 അല്ല, ഒരു മിനിറ്റ്. 1.7 വോൾട്ട്. രണ്ട് ബാറ്ററി മാറ്റിയിട്ട് ഒരു 1.7 വോൾട്ടിൻ്റെ ഒരു സിംഗിൾ ബാറ്ററി വെച്ചാൽ മതി. അതേ ബ്രൈറ്റ്നെസ് വന്നോളും. 1.7 വോൾട്ടുള്ള ബാറ്ററി വെക്കണം. എലോങ് അതിൻ്റെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് എന്തായിരിക്കും? അപ്പോൾ ഇഫക്റ്റീവ് ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കണം. അതിന് നമ്മളെ കയ്യിൽ ഫോർമുല, നമ്മൾ 1.7 വോൾട്ടിൻ്റെ ബാറ്ററി വെച്ചാൽ മതി എന്ന് പറഞ്ഞിരുന്നല്ലോ. അതിന് എന്ത് ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് കാണും? അതിൻ്റെ ഉള്ള ഫോർമുല 1/R1 പ്ലസ് 1/R2 പ്ലസ് 1/R3 പ്ലസ്, ഇവിടെ R3 ഒന്നും ഇല്ലാത്തതുകൊണ്ട് അത് വേണ്ട. ഇത് ക്ലിയർ ആയോ എല്ലാവർക്കും അല്ലേ? ഈ സ്റ്റെപ്പോ ശരിയാണോ? കീർത്തി, എല്ലാവരും റെസ്പോൺസ് വേണം. ഇന്നിപ്പോൾ 3 പേരുള്ളൂ, 2 പേർക്ക് ഇന്ന് ജോയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞിരുന്നു എൻ്റെ അടുത്ത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായല്ലോ അല്ലേ? കീർത്തി, ബിനു അല്ലേ? അപ്പോൾ ഇത് ചെയ്യാം. R1 R2 ഫ്രാക്ഷൻ ആയ സ്ഥിതിക്ക് ഇതിങ്ങനെ ചെയ്യാം അല്ലേ? R1 പ്ലസ് R2 ബൈ R1 R2 എന്ന് എഴുതിയത്, ഐ മീൻ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ വഴി ചെയ്ത് റെസിപ്രോക്കൽ എടുത്താൽ മതി. അപ്പോൾ നമുക്ക് R ഇഫക്റ്റീവ് ഡയറക്റ്റായിട്ട് കിട്ടുമല്ലോ ഫോർമുല. റെസിപ്രോക്കൽ എടുക്കാൻ റൈറ്റ് സൈഡിൽ തിരിഞ്ഞു വരും. തിരിഞ്ഞു വന്നിട്ട് R1 R2 ബൈ R1 പ്ലസ് R2 എന്ന് എഴുതാം. പിന്നെ വാല്യൂസ് ഇട്ട് കൊടുത്താൽ മതി. R1 എന്ന് പറഞ്ഞാൽ 0.2 ആണ്. R2 എന്ന് പറഞ്ഞാൽ 0.3 ആണ്. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അത്. 0.2 പ്ലസ് 0.3. അപ്പോൾ ഇത് ചെയ്തു വരുമ്പോൾ എന്താണെന്ന് വരണേന്ന് നോക്കട്ടെ കേട്ടോ. 0.06 മുകളിൽ 0.06 മുകളിലുണ്ട്, താഴെ ഒരു 0.5 ഉണ്ട്. 0.12 ആണ് ഇഫക്റ്റീവ് ഇൻറ്റേർണൽ റെസിസ്റ്റൻസ്. ഇപ്പോൾ എക്സാമിന് ഇതൊക്കെ വന്നാൽ ഈസി ആയിട്ട് സ്കോർ ചെയ്യാം, ഒന്നും ആലോചിക്കാനില്ല. നമ്മൾ ഫോർമുല നമ്മളെ കയ്യിലുണ്ട്. ലെറ്റ് us സ്റ്റാർട്ട്. ഇവിടെ പറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെൽസ് ഇൻ പാരലലാണ്. ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെ ഒരു ഡയഗ്രം കൊടുത്തിട്ട് കൺഫ്യൂഷൻ ആവുണ്ടാവും വിചാരിച്ചിട്ട് വരച്ചെന്നുള്ളൂ കേട്ടോ. വി ഹാവ് 2 cells കണക്റ്റഡ് ഇൻ പാരലൽ. അത് ഏതെങ്കിലും സൈഡ് ലെഫ്റ്റ് എൻഡോ റൈറ്റ് എൻഡോ ഏത് വേണമെങ്കിലും പോസിറ്റീവ് ആവാം, നോ പ്രോബ്ലം.
we have two cells. The first one has EMF E1 and internal resistance R1. ഇങ്ങനെ കോമറ്റ് എഴുതിക്കോട്ടെ. R1 ഈസ് ഈ സെല്ലിനകത്തുള്ളൊരു റെസിസ്റ്റൻസ് ആണ്. ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെ ഒരു ഡയഗ്രം കണ്ട് നിങ്ങൾക്ക് ഡൗട്ട് വരണ്ട എന്ന് വിചാരിച്ചിട്ട് മാത്രം വരച്ചതാണ് കേട്ടോ ഇത്. നെക്സ്റ്റ് ദർ ഈസ് അനദർ സെൽ ഹാവിങ് EMF E2 and internal resistance R2. നമ്മൾ അറിയാമല്ലോ, ലെഫ്റ്റ് കണക്റ്റഡ് ആണ് അറിയാമല്ലോ, E2 ആൻഡ് R2. ഇവിടെ രണ്ട് സെൽസുകളുണ്ട്, രണ്ടും പാരലലി കണക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. 2 cells are there, they are connected in parallel. കുറച്ച് സ്പേസ് ഇട്ട് എഴുതിയാലോ. 2 cells are there, they are connected in parallel. എന്നിട്ട് ഈ രണ്ട് ടെർമിനൽ നേരെ ഔട്ട്പുട്ടാണ്. ഈ രണ്ട് ടെർമിനൽ എങ്ങോട്ട് പോകുന്നു? ഔട്ട്പുട്ടാണ്. എന്തെങ്കിലും വല്ല ബൾബോ ഫാനോ എന്താണെന്ന് വെച്ചാൽ കണക്ട് ചെയ്യും. അപ്പോൾ നമുക്ക് വേണ്ടത് ഇഫക്റ്റീവ് EMF ആണ് വേണ്ടത് അല്ലേ? ഇഫക്റ്റീവ് EMF ആണ്. ഇങ്ങനെ ഡയഗ്രം കൊടുത്തുകൊണ്ട് പറഞ്ഞെന്നുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ നമ്മൾ ഇഫക്റ്റീവ് EMF കുറച്ച് ലെങ്തി ഡെറിവേഷനാണ്, ശ്രദ്ധിച്ചിരുന്നോളണം. ഓക്കെ, ഇവിടെ നോക്കട്ടെ. ഇവിടുത്തെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് V ആണെന്ന് വിചാരിക്കുക. ഇവിടുത്തെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഔട്ട്പുട്ട് വോൾട്ടേജ് V ആണ്. നമ്മൾ റെഫറൻസ് പറയണത് ഇതാണ്, ഇത് ഉപയോഗിച്ചിട്ടാണ് റെഫറൻസ് പറയണത്. റിപ്പീറ്റൊക്കെ ചെയ്യാം, ശ്രദ്ധിച്ച് കേട്ടാൽ മതി. ഈ പോയിന്റ് റെഫറൻസ് ആയിട്ട് കമ്പയർ ചെയ്യാം, റെഫറൻസ് ആണ്. വിത്ത് റെസ്പെക്ട് ടു ദിസ് ഇവിടുത്തെ പൊട്ടൻഷ്യൽ ഔട്ട്പുട്ട് വോൾട്ടേജ് V ആണ്. ഈ ലോഡിനെ ക്രോസ് ആയിട്ട് വരുന്നതിന് നമ്മൾ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയും. ഈ സെല്ലിൻ്റെ അല്ല, ഇവിടെ അല്ല, ഒരു മിനിറ്റ്. ഈ ലോഡ് ഇവിടെ അല്ലേ, റൈറ്റ് സൈഡിലല്ലേ പോസ്റ്റ് ടെർമിനൽ വന്നിരിക്കുന്നത്. ഇവിടെയുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് V ആണ് വിത്ത് റെസ്പെക്ട് ടു ദിസ് ടെർമിനൽ, വിത്ത് റെസ്പെക്ട് ടു ദ നെഗറ്റീവ് ടെർമിനൽസ് ഓഫ് ദ ബാറ്ററി, വിത്ത് റെസ്പെക്ട് ടു ഇത് കണ്ടില്ലേ, നെഗറ്റീവ് ടെർമിനൽസ് ഓഫ് ദ ബാറ്ററി. ഇവിടെ ഔട്ട്പുട്ട് വോൾട്ടേജ് V ആണ്. V is said to be the output voltage. ഈ ബാറ്ററിയുടെ പോസ്റ്റ് ടെർമിനലിൻ്റെ തൊട്ടടുത്തുള്ള പൊട്ടൻഷ്യൽ അവിടെ E1 ആണ് വരുന്നത്. E1 ശ്രദ്ധിച്ച് കേട്ടോട്ടോ, റിപ്പീറ്റ് ചെയ്യാം. അവിടെ വരുന്ന പൊട്ടൻഷ്യൽ E1 ആണ്. ഇവിടുന്ന് കറണ്ടിനൊരു ഫ്ലോ വരുന്നുണ്ട്. നമുക്ക് വല്ല ഇവിടെ നിന്ന് അങ്ങനെ പേര് കൊടുക്കാം. ആ സെല്ലിൽ നിന്ന് എത്രയോ കറണ്ട് ഇങ്ങോട്ട് ജംഗ്ഷനിലോട്ട് എത്തുന്നുണ്ട്. ഈ സെല്ലിൻ്റെ ഇവിടെ തൊട്ടടുത്ത് പോസ്റ്റ് ടെർമിനൽ തൊട്ടടുത്ത് ഉള്ള EMF E2 ആണ്. അവിടുന്ന് എത്രയോ I2 എന്ന് പറഞ്ഞാൽ എത്രയോ കറണ്ട് ജംഗ്ഷനിലോട്ട് എത്തുന്നുണ്ട്. I1ഉം I2ഉം കൂടിയും കമ്പൈൻ ചെയ്ത് I1 + I2 ആയിട്ട് മാറിയാണ് ഇവിടെ ചെയ്യുന്നത്. ഇവിടെ എത്തുന്ന കറണ്ട് I എങ്ങനെ വന്നു? ആ രണ്ട് സൈഡിൽ നിന്നും വരുന്ന കറണ്ട് രണ്ടെണ്ണം ഇവിടെ മെർജ് ചെയ്തിട്ട് I1 + I2 ആയി മാറുകയാണ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ദ ഔട്ട്പുട്ട് കറണ്ട്. നമ്മൾ അവിടെ ബൾബോ ഫാനോ കണക്ട് ചെയ്യുമ്പോൾ അതിൽ കൂടി ഫ്ലോ ചെയ്യുന്ന കറണ്ട്, അതാണ് I എന്ന് പറഞ്ഞാൽ. ഇത്രയും പറഞ്ഞത് ശരിയാണോ? ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ എവിടെ? ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണോ? എവിടെ ബിനു? അല്ലേ, കീർത്തി ശ്രദ്ധിച്ചെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്താണ് പറഞ്ഞ കാര്യം? വേണമെങ്കിൽ ഒന്നുകൂടി സ്പീഡിൽ പറഞ്ഞുതരാം. ഒന്നുമില്ല, രണ്ട് സെല്ല് പാരലലി കണക്ട് ചെയ്തു. ഈ ഔട്ട്പുട്ട് വോൾട്ടേജ് ആണ് ക്യാപിറ്റൽ V വിത്ത് റെസ്പെക്ട് ടു ദിസ് റെഫറൻസ്. നമ്മൾ വോൾട്ടേജ് പറയുമ്പോൾ റെഫറൻസ് പറയാറുണ്ട്, അതുകൊണ്ട് മാത്രം പറഞ്ഞെന്നുള്ളൂ കേട്ടോ. ദ നെഗറ്റീവ് ടെർമിനൽ ഈസ് ദ റെഫറൻസ്. അപ്പോൾ ഇതാണ് നമ്മൾ ഔട്ട്പുട്ട് വോൾട്ടേജ്. പൊട്ടൻഷ്യൽ എന്നും പറയാറുണ്ട്. പൊട്ടൻഷ്യൽ ഇവിടെ ഉള്ളത് പൊട്ടൻഷ്യലാണ്, ഔട്ട്പുട്ട് പൊട്ടൻഷ്യൽ V. ഇവിടെ ഈ സെല്ലിൽ വരുന്ന EMF E1, ഈ സെല്ലിൽ വരുന്ന EMF E2. അവിടുന്ന് I1ഉം I2ഉം വീതം ഈ ജംഗ്ഷനിലോട്ട് എത്തിയിട്ട് രണ്ടും കൂടി കമ്പൈൻ ചെയ്ത് I1 + I2 ആയിട്ടാണ് നമ്മൾ ഔട്ട്പുട്ടിൽ കൂടി ഫ്ലോ ചെയ്യുന്നത്. ഇവിടം വരെ ഓക്കെ ആണല്ലോ? ഇവിടം വരെ റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് വിചാരിക്കുന്നു അല്ലേ? കീർത്തി, ഐഷ, എവിടെ കീർത്തി?
അപ്പോൾ നമ്മൾ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. കുറച്ച് ലെങ്തി ഡെറിവേഷനാണ് കേട്ടോ, കുറച്ച് ക്ഷമയോടുകൂടി ചോദിക്കും, എക്സാമിന് ഡെറിവേഷൻ ഉള്ളതാണ്. ഇവിടെ എഴുതിക്കോട്ടെ. അപ്പോൾ ആ ഡയഗ്രാം പ്രകാരം I=I1+I2. എന്തെങ്കിലും മനസ്സിലാവുന്നില്ല ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുതരാം, ഡൗട്ട് ചോദിക്കണം. പക്ഷേ ഈ I1 കാണണമെങ്കിൽ ഒരു ചെറിയൊരു കാര്യം നോട്ടായിട്ട് ഞാൻ ഇവിടെ എഴുതിക്കോട്ടെ. I1 കറണ്ട് കണ്ടുപിടിക്കാനൊരു ടെക്നിക്ക് ഉണ്ട്, ഞാൻ ഇവിടെ നോട്ടായിട്ട് എഴുതാം. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്, നമ്മൾ ഓംസ് ലോ ആണ്, എന്നാലും നിങ്ങൾ അറിഞ്ഞിരിക്കണത്. കറണ്ട് ഒരു റെസിസ്റ്റൻസിൽ കൂടി എത്ര കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ടെന്ന് അറിയാനുള്ള ഒരു ടെക്നിക്ക്. ഈ റെസിസ്റ്റൻസിന് തൊട്ട് മുമ്പതുള്ള പൊട്ടൻഷ്യൽ എനർജി എന്ന് വേണമെങ്കിൽ പറഞ്ഞോ V1 ആണ് പൊട്ടൻഷ്യൽ. റെസിസ്റ്റൻസ് കഴിഞ്ഞ് വരുന്ന പൊട്ടൻഷ്യൽ V2 ആണെന്ന് വിചാരിക്കും. ഇത് നോട്ടായിട്ട് സൈഡിൽ എവിടെയെങ്കിലും ആയിട്ടൊന്ന് എഴുതിയെടുത്താൽ മതി കേട്ടോ. ഒരു റെസിസ്റ്റൻസിൽ കൂടി കറണ്ട് പോകുന്ന കറണ്ട് അറിയണമെങ്കിൽ അതിൻ്റെ റെസിസ്റ്റൻസിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള പൊട്ടൻഷ്യലും റൈറ്റ് സൈഡിലുള്ള പൊട്ടൻഷ്യലും നോട്ട് ചെയ്യുക, വോൾട്ടേജ് നോട്ട് ചെയ്യുക. ഈ കറണ്ട് കണ്ടുപിടിക്കണമെങ്കിൽ ഈ രണ്ട് പോയിൻറ്റിൻ്റെയും പൊട്ടൻഷ്യൽ ഡിഫറൻസ് എടുക്കുക. ഈ രണ്ട് പോയിൻറ്റിൻ്റെയും ഇടയ്ക്കുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എടുക്കുക. അതായത് V1 - V2 പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബൈ അതിനിടയ്ക്കുള്ള റെസിസ്റ്റൻസ് ചെയ്താൽ മതി. നമ്മൾ അങ്ങനെ അധികം ഉപയോഗിക്കാത്തൊരു ഫോർമുലയാണ്. നമ്മൾ ഓംസ് ലോയിൻ്റെ ഒരു വേറൊരു ഫോർമാറ്റിൽ എഴുതിയതാണ്. ഓംസ് ലോയിലെ വേറൊരു ഫോർമാറ്റിൽ എഴുതിയതാണ്. ഒരു പൈപ്പ്, ഒരു ഇടുങ്ങിയ പൈപ്പിൽ കൂടി ഒരു വാട്ടർ ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുക. റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഒരു പൈപ്പ്, നാരോ ആയിട്ടുള്ള റെസിസ്റ്റൻസ് ഉള്ള ഒരു പൈപ്പിൽ കൂടി വാട്ടറിൻ്റെ ഒരു ഫ്ലോ നടക്കുകയാണ്. ആ പൈപ്പിലെത്തുന്നതിന് മുമ്പ് വാട്ടറിന് നല്ല എനർജി ഉണ്ടാവുന്നതാണ്. പൈപ്പിലോട്ട് കടക്കുന്നതിന് മുമ്പ് വാട്ടറിന് നല്ല എനർജി ഉണ്ട്. V1 ആണ് വാട്ടറിന് ഉണ്ടായിരുന്ന എനർജി. ഈ പൈപ്പിൽ കൂടി പോയപ്പോൾ കുറേ എനർജി പോവും, ഫ്രിക്ഷണൽ ലോസ് ഒക്കെ ആയിട്ട് കുറേ എനർജി നഷ്ടപ്പെടും. അപ്പോൾ കുറേ എനർജി കുറഞ്ഞിട്ടാണ് ഇവിടെ V2 വരുന്നത്. ഇത് പൈപ്പിൽ കൂടി കടന്ന് അപ്പുറത്തുമ്പോഴത്തേനും കുറേ എനർജി പോയിട്ടുണ്ടാവും. അപ്പോൾ എനർജി ഡിഫറൻസ് മനസ്സിലായല്ലോ, എത്ര എനർജി നഷ്ടപ്പെട്ടു. ദാറ്റ് ഈസ് V1 - V2. വോൾട്ടേജ് ഡ്രോപ്പ് എന്നും പറയും നമ്മളതിനാ. വോൾട്ടേജ് ഡ്രോപ്പ്, എത്ര വോൾട്ടേജ് നഷ്ടപ്പെട്ടു. ഇവിടെ ഉണ്ടായിരുന്ന എനർജി മൈനസ് ഇവിടെയുള്ള എനർജി, അതാണ് എനർജി ഡ്രോപ്പ്, വോൾട്ടേജ് ഡ്രോപ്പ് അഥവാ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. അത് ഡിവൈഡ് ബൈ അതിനിടയ്ക്കുള്ള റെസിസ്റ്റൻസ് ചെയ്താൽ ഈ കറണ്ട് എത്രയാണെന്ന് നമുക്ക് കിട്ടും. വളരെ സിമ്പിളാണ്, അതൊന്നും ഓർമ്മയുണ്ടായാൽ നല്ലതാണ്. ഞാൻ ഈ പറഞ്ഞ കാര്യം ശ്രദ്ധിച്ചോ? ബിനു, കീർത്തി, ഐഷ എല്ലാവർക്കും മനസ്സിലായല്ലോ അല്ലേ? അതാണ് നമ്മളിവിടെ ഉപയോഗിക്കാൻ പോകുന്നത്. E1 ആണ് പൊട്ടൻഷ്യലെങ്കിലും അതിൽ കൂടി വരുന്ന കറണ്ട് ഒരു ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ആയ R1 കൂടി കടന്നു പോയിട്ടാണ് ഈ I1 വരുന്നത്. ഈ I1 ഈ വയറിലെത്തുമ്പോൾ ഈ R1 കൂടി കടന്നു പോയിട്ടല്ലേ ഈ വയറിൽ കൂടി എത്തുള്ളൂ അല്ല. EMF ശരിക്കും E1 ആണെങ്കിലും അവിടെ ഡെവലപ്പ് ആവുന്ന കറണ്ട് R1 എന്ന് പറഞ്ഞ റെസിസ്റ്റൻസ് കൂടി കടന്നു പോയിട്ടാണ് ഇവിടെ എത്തുന്നത്. അപ്പോൾ അവിടെ പറഞ്ഞ ടെക്നിക്ക് പ്രകാരം പിന്നെ ഒരു ചെറിയൊരു കാര്യം കൂടി, സിമ്പിളാണ് കേട്ടോ, സിമ്പിൾ കാര്യമാണ്. ഇവിടെയൊക്കെ റെസിസ്റ്റൻസ് ഇല്ലാത്ത പോർഷനാണ്. ഇവിടെ യാതൊരുവിധ ഡ്രോപ്പും ഇല്ല, പൊട്ടൻഷ്യൽ ഡ്രോപ്പ് ഒന്നുമില്ല. ഇവിടെയൊക്കെ റെസിസ്റ്റൻസ് ഇല്ലാത്ത ഭാഗമൊന്നും ഡ്രോപ്പില്ല. ഇവിടുത്തെ പൊട്ടൻഷ്യൽ V ആണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ പൊട്ടൻഷ്യലും V തന്നെയാണ്. ഇവിടുന്ന് യാതൊരു വോൾട്ടേജ് ഡ്രോപ്പും സംഭവിക്കണില്ല. ഇത് റെസിസ്റ്റൻസ് ഇല്ലാത്തൊരു കണ്ടക്ടറാണ്. അപ്പോൾ ഇവിടെയുള്ള പൊട്ടൻഷ്യൽ എത്രയാണോ തന്നെയാണ് ഇവിടെയും വരുന്നത്, ജംഗ്ഷനിലും വരുന്നത്. ഇടയ്ക്ക് റെസിസ്റ്റൻസ് വരുമ്പോഴാണ് പൊട്ടൻഷ്യൽ ഡ്രോപ്പ് വരുന്നത്. അപ്പോൾ ഇത് ഈ വയറ് റെസിസ്റ്റൻസ് ഇല്ലാത്തൊരു പാത്തായതുകൊണ്ട് വാട്ടർ, ഇവിടെ ഉണ്ടായിരുന്ന വാട്ടറിൻ്റെ എനർജി എത്രയാണോ അതേ എനർജി തന്നെയാണ് ഇവിടെ എത്തുന്ന വാട്ടറിൻ്റെ എനർജി. ഇതിനിടയ്ക്ക് റെസിസ്റ്റൻസ് ഉള്ള പൈപ്പൊന്നും അവൈലബിൾ അല്ല. അങ്ങനെ ചിന്തിക്കുക, വാട്ടറിൻ്റെ ഫ്ലോ, ഇവിടെ ഉണ്ടാവുന്ന വാട്ടറിന് ഉണ്ടാവുന്ന എനർജി തന്നെയാണ് ഇവിടെ ഉണ്ടാവുന്ന എനർജി. റെസിസ്റ്റൻസ് വരുന്നില്ല. അപ്പോൾ ഇവിടുത്തെ പൊട്ടൻഷ്യൽ V എന്ന് പറഞ്ഞാലും തെറ്റൊന്നുമില്ല. ജംഗ്ഷൻ. ഇത്രയും ക്ലിയർ ആയോ ഞാൻ പറഞ്ഞത് അല്ലേ? ശരിയല്ലേ? എവിടെ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് I1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അപ്പോൾ I1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടം മുതൽ ഇവിടം വരെയുള്ളൊരു ഡ്രോപ്പ് സംഭവിച്ചിട്ടുണ്ട്. ഇവിടെ E1 ആണ്, പക്ഷെ ഇവിടെ എത്തിയപ്പോൾ E1 അല്ല, ഇവിടെ എത്തുമ്പോൾ V ആണ്. കാരണം ഈ കറണ്ട് വരുന്ന വഴിക്ക് ഇൻറ്റേർണൽ റെസിസ്റ്റൻസിൽ കൂടി കടന്നിട്ടാണ് ഇവിടെ എത്തുന്നത്. ഞാനത് കാണിച്ചിട്ടില്ല. ഇതിൽ കൂടി വരുന്ന കറണ്ട് R1 കൂടി ക്രോസ് ചെയ്തിട്ടാണ് ഇവിടെ എത്തുന്നത്. അപ്പോൾ അങ്ങനെ ഡ്രോപ്പ് സംഭവിച്ചു.
അപ്പോൾ ഞാൻ ആ സൈഡിൽ ആ കോർണറിൽ എഴുതിയ റൂൾ പ്രകാരം I1 ഈക്വൽ ടു ഇവിടുത്തെ പൊട്ടൻഷ്യൽ മൈനസ് ഇവിടുത്തെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് I1 ഈസ് ഈക്വൽ ടു E1 മൈനസ് V. ഇവിടുത്തെ പൊട്ടൻഷ്യൽ മൈനസ് ഇവിടുത്തെ പൊട്ടൻഷ്യൽ. അതിനിടയ്ക്ക് ഒരു R1 ക്രോസ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു, ഞാൻ ആ ഫിഗറിൽ കാണിച്ചിട്ടില്ല. ഇതിനിടയ്ക്കായിട്ട് ആരുണ്ടായിരുന്നു? ഒരു R1 ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡിവൈഡ് ബൈ അതിനിടയ്ക്ക് ഉണ്ടാകുന്ന റെസിസ്റ്റൻസ് R1. ഇതാണ് I1 എന്ന് പറഞ്ഞാൽ. കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെഫ്റ്റ് മൈനസ് റൈറ്റ് പൊട്ടൻഷ്യൽ, ലെഫ്റ്റ് സൈഡിലുള്ള പൊട്ടൻഷ്യൽ മൈനസ് റൈറ്റ് സൈഡിലുള്ള പൊട്ടൻഷ്യൽ ഡിവൈഡ് ബൈ അതിനിടയ്ക്ക് ഉണ്ടാവുന്ന റെസിസ്റ്റൻസ്. ഇത് രണ്ടിനിടയ്ക്ക് ഒരു ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് R1 ഉണ്ടായിരുന്നു, ഫിഗറിൽ കാണിച്ചിട്ടില്ല എന്ന് മാത്രം. അത് മനസ്സിലായോ നിങ്ങൾക്ക് എല്ലാവർക്കും അല്ലേ? ക്ലിയർ ആയി ഈ സ്റ്റെപ്പ്? ആര്യ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. ഓക്കെ, ഇന്നിപ്പോൾ ക്വസ്റ്റ്യൻ അധികം എഴുതണില്ലേ, ഇന്നിപ്പോൾ എല്ലാവരും ഇല്ലല്ലോ, അടുത്ത ക്ലാസ്സിൽ ഇടാം. ഇടയ്ക്ക് വേണമെങ്കിൽ ഞാൻ വല്ല 1-2 എണ്ണം വേണമെങ്കിൽ ഇട്ടേക്കാം. നെക്സ്റ്റ് ഇതേപോലെ തന്നെ E2 ആണ് ഈ ബാറ്ററിയിൽ കറണ്ട് എത്തുന്നതിന് തൊട്ട് മുമ്പുള്ള പൊട്ടൻഷ്യൽ E2 ആണ്. അത് ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ക്രോസ് ചെയ്ത് ഇവിടെ എത്തിയപ്പോൾ പൊട്ടൻഷ്യൽ V ആയി മാറി. ഇപ്പോൾ I2 കാണണമെങ്കിൽ ലെഫ്റ്റ് സൈഡ് പൊട്ടൻഷ്യൽ മൈനസ് റൈറ്റ് സൈഡ് പൊട്ടൻഷ്യൽ അല്ലേ? അങ്ങനെയല്ലേ ഞാൻ പറഞ്ഞത്? യെസ്, ലെഫ്റ്റ് സൈഡ് പൊട്ടൻഷ്യൽ മൈനസ് റൈറ്റ് സൈഡ് പൊട്ടൻഷ്യൽ E2 മൈനസ് V. ലെഫ്റ്റ് സൈഡ് പൊട്ടൻഷ്യൽ മൈനസ് റൈറ്റ് സൈഡ് പൊട്ടൻഷ്യൽ ഡിവൈഡ് ബൈ ഇതിനിടയ്ക്ക് ഒരു ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ക്രോസ് ചെയ്തിട്ടാണ് ഇവിടെ എത്തിയത് അല്ലേ? R2 ആയിരുന്നു ആ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ്. ഈ എഴുതിയ സ്റ്റെപ്പ് മനസ്സിലായി കാണുമല്ലോ അല്ലേ? ഞാൻ വളരെ സ്ലോവിലേ പോയിട്ടുള്ളൂ കേട്ടോ ഇന്നത്തെ ക്ലാസ്. ഇത് മനസ്സിലായല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും? ബിനു, കീർത്തി, ഐഷ എല്ലാവർക്കും ഓക്കെയാണ്? ടെക്സ്റ്റ് ബുക്കിൽ എഴുതി അതേ രീതിയിൽ തന്നെ ഞാൻ പോകുന്നു കേട്ടോ, ഡയഗ്രാം പോലും ഞാൻ മാറ്റിയിട്ടില്ല. ഇനി നമുക്ക് ഇതിൽ നിന്ന് എന്താ കാണേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതിൽ നിന്ന് നമ്മൾ ആ V കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഉണ്ടാക്കുക. ആദ്യമേ തന്നെ പറയുക, അല്ലെങ്കിൽ നിങ്ങളിത് വെറുതെ അനാവശ്യമായിട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് അപ്പുറത്തോട്ട് എടുത്ത് യാതൊരു എയിം ഇല്ലാത്ത പോലെ ആയിപ്പോവും. ഇതിൽ നിന്ന് നിങ്ങൾ എന്താ ചെയ്യണമെന്ന് ഞാൻ ആദ്യമേ തന്നെ പറയാം. ഇതിൽ നിന്ന് V കാണാനുള്ള ഫോർമുല കണ്ടുപിടിക്കുക. ഔട്ട്പുട്ട് വോൾട്ടേജ് എന്തുണ്ടാവും? ഇവിടെ E1 മീറ്റൊക്കെ ഉണ്ടെന്നുള്ളത് സംഭവിച്ചു, പക്ഷേ ഔട്ട്പുട്ടിൽ എന്ത് കാണും? മനസ്സിലായോ? V എന്താണ് അതിൻ്റെ ഡെറിവേഷൻ ആദ്യം കൊണ്ടുവരാം, എന്നിട്ട് ഇഫക്റ്റ് EMFൻ്റെ കാര്യം പറഞ്ഞുതരാം. അപ്പോൾ ഇതിൽ നിന്ന് എന്താ കണ്ടുപിടിക്കേണ്ടത്? V കണ്ടുപിടിക്കണം അല്ലേ? കുറച്ച് സ്റ്റെപ്പുകളുണ്ട് കേട്ടോ, അത്ര പെട്ടെന്നൊന്നും കിട്ടില്ല, അത്യാവശ്യം നല്ല സ്റ്റെപ്പുകളുണ്ട്. അപ്പോൾ എഴുതിയത് ഇക്വേഷൻ ഞാൻ ഒന്നുകൂടി ഒന്ന് എഴുതിക്കോട്ടെ. എന്താണ്? I ഈക്വൽ ടു E1 മൈനസ് V ഡിവൈഡഡ് ബൈ R1 പ്ലസ് E2 മൈനസ് V. എക്സാമിന് ചോദിക്കുന്ന ഒരു ഡെറിവേഷനാണിത്. അപ്പോൾ ഇതിൽ നിന്ന് എന്താ കാണേണ്ടതെന്ന് ആദ്യമേ തന്നെ പറയാം, അല്ലെങ്കിൽ നിങ്ങൾ കുറേ സ്റ്റെപ്പ് ആവശ്യമില്ലാതെ എഴുതിയിട്ട് എത്തേണ്ട സ്ഥലത്ത് എത്തേയില്ല. V കണ്ടുപിടിക്കണം. നമുക്കിതൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താലോ? അല്ലാതെ വേറെ വഴിയൊക്കെ ഉണ്ട്, ഇതെങ്ങനെ ഒന്ന് ക്രോസ് ചെയ്യാം ആഡ് ചെയ്യാനായിട്ട്. സ്റ്റെപ്പ് കുറച്ചാലോ? E1 R2 ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ഗീവ്സ് E1 R2. E1 R2 മൈനസ് V R2 കണ്ടില്ലേ? ഇതിങ്ങനെ ക്രോസ് ചെയ്ത് കഴിഞ്ഞിട്ട് പ്ലസ് ഇങ്ങനെ E2 R1 മൈനസ് V R1 താഴെ R1 R2 താഴെ ഓൾ ഡിവൈഡഡ് ബൈ. ഈ സ്റ്റെപ്പും കുഴപ്പമുണ്ടാവില്ലല്ലോ? ഓക്കെ അല്ലേ എല്ലാവർക്കും? ഈ സ്റ്റെപ്പോ എവിടെ? ക്ലിയർ? ബിനു മനസ്സിലായോ? ശ്രദ്ധിച്ചോ ബിനു? സോ I ഈക്വൽ ടു എന്ത് വരും? E1 R2 പ്ലസ് E2 R1 അടുത്തടുത്ത് എഴുതിയാലോ? ക്ലിയർ? E1 R2 പ്ലസ് E2 R1 അടുത്തടുത്ത് എഴുതാം. E1 R2 പ്ലസ് E2 R1 അടുത്തടുത്ത് എഴുതാം. പിന്നെയോ മൈനസ് V R2 മൈനസ് V R1. മൈനസ് V കോമൺ ആയിട്ട് എടുത്താലോ? ഇത് രണ്ടിലും മൈനസ് V കോമൺ ആയിട്ട് എടുത്തു. R2 പ്ലസ് R1 വരും ബാക്കി.
R2 പ്ലസ് R1 അല്ലെങ്കിൽ R1 പ്ലസ് R2 ഓൾ ഡിവൈഡ് ബൈ R1 R2. ഈ സ്റ്റെപ്പും കുഴപ്പമുണ്ടാവില്ലല്ലോ അല്ലേ? ഈ സ്റ്റെപ്പും ക്ലിയർ ആയിട്ടുണ്ട്. റിപ്ലൈ വേണം. ഈ സ്റ്റെപ്പും ക്ലിയർ ആയി. പറഞ്ഞോ. അതെ R2 പ്ലസ് R1. അതെ R2 പ്ലസ് R1 അല്ലെങ്കിൽ R1 പ്ലസ് R2 രണ്ടും ഒന്ന് തന്നെയാണല്ലോ. ഇപ്പം ശരിയായല്ലോ അല്ലേ എല്ലാവർക്കും? ഇനി നമുക്ക് ഈ R1 R2 ലെഫ്റ്റ് സൈഡിലോട്ട് ക്രോസ് ചെയ്താലോ? നമുക്ക് എന്താ കാണേണ്ടതെന്ന് അറിയാമോ? V അല്ലേ? R1 R2 ലെഫ്റ്റിലോട്ട് ക്രോസ് ചെയ്യും. ലെഫ്റ്റ് സൈഡിൽ R1 R2 I വരും. റൈറ്റ് സൈഡിൽ E1 R2 പ്ലസ് E2 R1 മൈനസ് V ഇൻറ്റു R1 പ്ലസ് R2 വരും. ലാസ്റ്റ് എഴുതിയ സ്റ്റെപ്പ് R1 R2 I ഈക്വൽ ടു E1 R2 പ്ലസ് E2 R1 മൈനസ് V ഇൻറ്റു R1 പ്ലസ് R2. V ആണ് കാണേണ്ടത്. അപ്പോൾ അതിൽ മൈനസ് V ഇൻറ്റു R1 പ്ലസ് R2 ലെഫ്റ്റിലോട്ട് പോരട്ടെ. V അല്ലേ വേണ്ടേ? മൈനസ് V ഇൻറ്റു R1 പ്ലസ് R2 ലെഫ്റ്റിലോട്ട് പോരട്ടെ. ലെഫ്റ്റ് സൈഡിൽ V ഇൻറ്റു R1 പ്ലസ് R2. റൈറ്റ് സൈഡിൽ R1 R2 I അങ്ങോട്ട് പോട്ടെ. E1 R2 പ്ലസ് E2 R1 മൈനസ് R1 R2 I എന്നും കിട്ടും. മനസ്സിലായി എന്ന് കരുതുന്നു. ജസ്റ്റ് ഒന്ന് ഓർഡർ ഒന്ന് മാറ്റി അറേഞ്ച് ചെയ്തതാ. V കണ്ടുപിടിക്കണമല്ലോ. ഈ R1 പ്ലസ് R2 അങ്ങോട്ട് പോകുമ്പോൾ ഡിവിഷൻ ആവും. ഡിവൈഡ് ബൈ R1 പ്ലസ് R2 ആവും. സ്റ്റെപ്പ് പറഞ്ഞ് കുറച്ചാലോ? R1 പ്ലസ് R2 അവിടെ ഡിവൈഡഡ് ബൈ ആവും. അപ്പോൾ ഓരോ ടേമിനെയും R1 പ്ലസ് R2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. E1 R2 പ്ലസ് E2 R1 ഡിവൈഡ് ബൈ R1 പ്ലസ് R2. ഈ R1 പ്ലസ് R2 റൈറ്റ് സൈഡിലോട്ട് പോയപ്പോൾ ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2 ആയതാ. റൈറ്റ് സൈഡിൽ അത് എവിടെയും ഡിവൈഡ് ബൈ R1 പ്ലസ് R2 I കിട്ടും. ഇതോ ഈ സ്റ്റെപ്പും ക്ലിയർ ആയല്ലോ അല്ലേ? ശരിയല്ലേ? ഓക്കെയാണ്. ഇതിൽ നമുക്ക് വേണമെങ്കിൽ ഒരു കാര്യം ഞാനിവിടെ എഴുതാൻ നോട്ടായിട്ട് എഴുതാം. അതിന് അനാവശ്യമായിട്ട് സ്റ്റെപ്പ് ഒന്നും എഴുതണില്ല കേട്ടോ. E1 R2 പ്ലസ് നമ്മൾ പഠിച്ച ഫോമിൽ വേണമെങ്കിൽ എഴുതാം എന്ന് ഉദ്ദേശിച്ച് പറഞ്ഞതാണ് കേട്ടോ. ക്യാൻ ബി റിട്ടൺ ആസ് മുകളിലും താഴെ ഒരു R1 R2 കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്ത്. മുകളിലും താഴെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുക? മുകളിലും താഴെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുക? R1 R2 നമ്മൾ പഠിച്ചൊരു ഫോർമുല വരുമല്ലോ, അതിന് വേണ്ടിയാണ്. നിങ്ങൾക്ക് ഡൗട്ട് വരണ്ട എന്ന് വിചാരിച്ച് പറഞ്ഞതാ. നമ്മളിങ്ങനെയല്ലല്ലോ പഠിച്ച്. മുകളിലും താഴെ ഒരു R1 R2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമ്മൾ പഠിച്ച ഫോമിൽ വരുന്നില്ലേ എന്ന് നോക്കി. നമ്മൾ പഠിച്ച ആ ഫോർമുലയായിട്ട് വരുന്നില്ലേ എന്ന് നോക്കി. R1 R2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ E1 R2 ബൈ R1 R2 ചെയ്യുമ്പോൾ ഒരു R2 വെട്ടിപ്പോയിട്ട് E1 ബൈ R1. ഡെറിവേഷനിൽ ഈ എഴുതിയത് കാണിക്കണം നിർബന്ധമില്ല. ഡെറിവേഷൻ പറയുമ്പോൾ ഇങ്ങനെ തന്നെ കാണിച്ചാൽ മതി. പ്രോബ്ലം ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ എഴുതുന്നതാണ് നല്ലത്. E2 R1 ബൈ R1 R2 ചെയ്യുമ്പോൾ ഒരു R1 വെട്ടിപ്പോയിട്ട് E2 ബൈ R1. ഇവിടെ R1 പ്ലസ് R2 ബൈ R1 R2 ചെയ്യുമ്പോൾ ഓർഡർ ഒന്ന് മാറ്റാണ് കേട്ടോ. R2 ബൈ R1 R2 R2 ബൈ R1 R2 1 ബൈ R1 ആൻഡ് R1 ബൈ R1 R2 1 ബൈ R2 നമ്മൾ പഠിച്ച രൂപത്തിലോട്ട് വരുന്നുണ്ട് ഇല്ലേ? ശരിയല്ലേ? ക്ലിയർ? എവിടെ ശരിയല്ലേ? പിന്നോ കീർത്തി എല്ലാവർക്കും ക്ലിയർ? മറ്റേതും അങ്ങനെ തന്നെയാണ്. അത് ഞാൻ പറയണില്ല. നമ്മൾ ആ 1/R ഇഫക്റ്റീവ് ഇല്ലേ, അത് ഇതുപോലെ വരുന്നതാണ്. ഞാനത് വെറുതെ എഴുതി സമയം കളയില്ല. ഇവിടെ നോക്ക്, ഞാൻ പറയാൻ പോകണത് എന്താണെന്ന് വെച്ചാൽ ഇത് വെറുതെ നോട്ടിന് വേണ്ടി വെറുതെ കാണിച്ചതാണ്. നിങ്ങൾക്ക് നമ്മൾ പഠിച്ച സംഭവം തന്നെയാണ് എന്ന് ഓർമ്മ വരാൻ വേണ്ടി പറഞ്ഞെന്ന് മാത്രം. ഡെറിവേഷൻ എക്സാമിന് ഡെറിവേഷൻ ചോദിക്കുമ്പോൾ ഈ നോട്ട് പറഞ്ഞത് എഴുതണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചിരിക്കുക, ഞാൻ പറയാൻ പോകുന്നത് ഈ പറഞ്ഞ ആളില്ലേ, ഈ അണ്ടർലൈൻ ചെയ്ത ആളില്ലേ ഉണ്ടല്ലോ,
ഞാനതിനെ തൽക്കാലത്തേക്ക് ഈ ഇഫക്റ്റീവ് എന്നൊന്ന് ഡിനോട്ട് ചെയ്തെന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ലല്ലോ, ഞാൻ ജസ്റ്റ് ഡിനോട്ട് ചെയ്യുന്നു, അത്രയും മാത്രം കരുതിയാൽ മതി. ആ അണ്ടർലൈൻ ചെയ്ത ടേമിന് ഞാൻ ഈ ഇഫക്റ്റീവ് എന്നുള്ള സിമ്പിൾ വെച്ച് ഡിനോട്ട് ചെയ്തു. ഓക്കെ ആണോ? ക്ലിയർ? എവിടെ ശരിയല്ലേ? ഇനി ഇതേ ഇവിടെ ഒരാൾ വന്നിട്ടുണ്ട്, R1ഉം R2 മിക്സ് ചെയ്തിട്ടുള്ള ഒരു എക്സ്പ്രഷൻ. ഞാൻ അതിനെ തൽക്കാലത്തേക്ക് R ഇഫക്റ്റീവ് എന്നൊന്ന് ഡിനോട്ട് ചെയ്തോട്ടെ, എഴുതാൻ എളുപ്പത്തിന് വേണ്ടി. അപ്പോൾ നമ്മൾ ഔട്ട്പുട്ട് വോൾട്ടേജ്, ഇതാണ് നമ്മൾ ഔട്ട്പുട്ട് വോൾട്ടേജ് കേട്ടോ. ഇവിടെ ഔട്ട്പുട്ടിൽ എന്തുണ്ടാവും അല്ലേ? എന്താണ് ആ ഔട്ട്പുട്ടിൽ ഉണ്ടാവുക? ഇവിടുത്തെ ഡ്രോപ്പുകളെല്ലാം കഴിഞ്ഞ് ഇവിടുത്തെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസിൽ കൂടിയൊക്കെ കറണ്ട് വരുമ്പോൾ കുറേ ഡ്രോപ്പുകളൊക്കെ ഉണ്ടാവുമല്ലോ. അവിടുത്തെ ഡ്രോപ്പുകൾ കഴിഞ്ഞ് മിച്ചം എന്തുണ്ടാവും? അതാണ് നമ്മളെ വി ബാലൻസ്. അപ്പോൾ വി കാണാനുള്ള ഫോർമുല നമുക്ക് കിട്ടുന്നത് ഈ ഇഫക്റ്റീവ് മൈനസ് I ഇൻറ്റു R ഇഫക്റ്റീവ്. ഇങ്ങനെയാണ് വരുന്നത്. ശരിയല്ലേ? എഴുതിയത് ശരിയല്ലേ? നോക്കിയേ അല്ലേ? കറക്റ്റ്. ഇവിടെ ആരും മിണ്ടുന്നില്ലല്ലോ. ശരിയല്ലേ? എവിടെ? ക്ലിയർ ബിനു? ഇതിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന രീതിയിൽ ഞാനൊരു സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കട്ടെ. ഈ എഴുതിയ ഇക്വേഷന് റെപ്രസെൻ്റ് ചെയ്യുന്ന രീതിയിൽ ഒരു സിമ്പിൾ സർക്യൂട്ട് ഡയഗ്രാം. ഇത് ഇത്ര വലിയ കോംപ്ലിക്കേറ്റഡ് ഡയഗ്രാം അല്ലേ? ഇതിനെ വളരെ ഈ ഇക്വേഷൻ റെഫർ ചെയ്തിട്ട് ഞാനൊരു സിമ്പിൾ സർക്യൂട്ട് ഡയഗ്രാം വരച്ച് കാണിച്ചു തരാം. ഒരു EMF ഉണ്ട്, ഇഫക്റ്റീവ് EMF എന്നാണ് അതിനെ പറയുന്നത്. അതിന് അല്ല, ഇവിടെ ഒരു R ഉണ്ടല്ലേ, I ഇഫക്റ്റീവ്. നിങ്ങൾ എൻ്റെ അടുത്തൊന്നും മിണ്ടിയില്ലല്ലോ. I ഇൻറ്റു R ഇഫക്റ്റീവ് അല്ലേ? I ഇൻറ്റു R ഇഫക്റ്റീവ്. അപ്പോൾ ഒരു സെല്ലുണ്ട് ഹാവിങ് E ഇഫക്റ്റീവ് ആൻഡ് R ഇഫക്റ്റീവ്. ഇങ്ങനെ ആയാലും ഇതിനു മുമ്പ് I എന്ന് പറഞ്ഞ കറണ്ട് ആണല്ലോ ഈ ബൾബിൽ കൂടി ഫ്ലോ ചെയ്തുകൊണ്ടിരുന്നത്. അതേ കറണ്ട് തന്നെ ഇവിടെയും വന്നോളൂ. അവിടെ I എന്ന് പറഞ്ഞ കറണ്ടാണ്, അതേ കറണ്ട് തന്നെ ഈ സർക്യൂട്ടിലും വന്നോളൂ. കാരണം നമ്മളിത് പഠിച്ചിട്ടുള്ള ഫോർമുലയാണത്. ശരിക്കും പറഞ്ഞാൽ ഔട്ട്പുട്ടിൽ ഉണ്ടാവുന്ന വോൾട്ടേജ്, ഔട്ട്പുട്ടിൽ അവൈലബിൾ ആവുന്ന വോൾട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സെല്ലിൽ ഉണ്ടാവുന്ന EMFൽ നിന്ന് വോൾട്ടേജ് ഡ്രോപ്പ് മൈനസ് ചെയ്യണം. ഇൻറ്റേർണൽ റെസിസ്റ്റൻസിൽ കുറച്ച് വോൾട്ടേജ് നഷ്ടപ്പെടും, നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു റെസിസ്റ്റൻസിൽ കൂടി വരുന്ന ഡ്രോപ്പ് I ഇൻറ്റു R ആണ് നമുക്കറിയാം. ഒരു റെസിസ്റ്റൻസിൽ കൂടി കറണ്ട് കടന്നു പോകുമ്പോൾ വോൾട്ടേജിൽ ഉണ്ടാവുന്ന ഡ്രോപ്പ് IR ആണ്. അപ്പോൾ V = E ഇഫക്റ്റീവ് മൈനസ് IR ഇഫക്റ്റീവിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു സർക്യൂട്ട് ഡയഗ്രമാണ് ഞാനിപ്പോൾ വരച്ചിരിക്കുന്നത്. ഈ ഇഫക്റ്റീവ് സെല്ലിൻ്റെ EMF ആവണം, R ഇഫക്റ്റീവ് സെല്ലിൻ്റെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് ആവണം, I കറണ്ട് ആവണം, ഔട്ട്പുട്ട് വോൾട്ടേജ് V ആവണം. ഈ ഡയഗ്രാം ഈ ഇക്വേഷനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഔട്ട്പുട്ട് വോൾട്ടേജ് ഈക്വൽ ടു EMF മൈനസ് ഡ്രോപ്പ് അക്രോസ് ഇൻറ്റേർണൽ റെസിസ്റ്റൻസ്. EMF മൈനസ് ഇൻറ്റേർണൽ റെസിസ്റ്റൻസിൽ ഉണ്ടാവുന്ന ഡ്രോപ്പ്. V ഈക്വൽ ടു EMF മൈനസ് ഡ്രോപ്പ് അക്രോസ് ഇൻറ്റേർണൽ റെസിസ്റ്റൻസ്. ചുരുക്കി പറഞ്ഞാൽ ഇത്രയും വലിയ സർക്യൂട്ടും ഈ സർക്യൂട്ടും ലോജിക്കലി സെയിം തന്നെയാണ്. ആ കാണിച്ചിരിക്കുന്ന സർക്യൂട്ടും ഈ കാണിച്ചിരിക്കുന്ന സർക്യൂട്ടും ഒന്ന് തന്നെയാണ്. കാരണം എന്താണ്? ഇതിൽ ഔട്ട്പുട്ടിൽ ഉണ്ടാവുന്ന എല്ലാ കാര്യങ്ങളും ഇവിടെ ഔട്ട്പുട്ടിലുണ്ട്. ഇവിടെ ഔട്ട്പുട്ടിൽ കൂടി I എന്ന് പറഞ്ഞ കറണ്ട് പാസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അതേ I തന്നെയല്ലേ ഇതിൻ്റെ ഔട്ട്പുട്ടിൽ കൂടിയും പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഔട്ട്പുട്ടിൽ V എന്ന് പറഞ്ഞ വോൾട്ടേജ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. അതേ വോൾട്ടേജ് തന്നെയല്ലേ ഇവിടുത്തെ ഔട്ട്പുട്ടിലുള്ളത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ കാണിച്ചിരിക്കുന്ന 2 ബാറ്ററി ഉള്ള സർക്യൂട്ടും ഈ ഒരു സിംഗിൾ ബാറ്ററി ഉള്ള സർക്യൂട്ടും രണ്ടും ഒരേ ഇഫക്റ്റ് തന്നെയാണ് ഔട്ട്പുട്ടിൽ ഉണ്ടാക്കുന്നത്. ഇവിടെ ഔട്ട്പുട്ടിൽ ഉണ്ടാക്കുന്ന വോൾട്ടേജും കറൻറ്റും എന്താണോ അതേ സംഭവം തന്നെയാണ് ഇവിടുത്തെ ഔട്ട്പുട്ടിലും ഉണ്ടാക്കുന്നത്. Or in our conclusion, the effective EMF will be, our conclusion is the effective EMF of the two cells will be നേരത്തെ എഴുതിയ പോലെ E1R2 plus E2R1, അല്ലെങ്കിൽ നമുക്ക് പഠിച്ച പോലെ വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം E1R1 by E2R2. ഡെറിവേഷൻ പറയുമ്പോൾ വേണമെങ്കിൽ ആ പഴയ തന്നെ എഴുതിക്കുക, കുഴപ്പമൊന്നുമില്ല, നമുക്ക് മാർക്ക് കിട്ടും. പ്രോബ്ലം ചെയ്യുമ്പോൾ E1 by R1 plus E2 by R2 എന്ന് പറഞ്ഞ് എഴുതി പോയാൽ മതി. ഓക്കെ.
E1 R2 plus E2 R1 divided by R1 plus R2. അതിൻ്റെ ഇവിടെ ഒരു ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് R ഇഫക്റ്റീവ് വന്നിട്ടുണ്ട്. അത് R1 R2 by R1 plus R2. പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് 1 by R ഇഫക്റ്റീവ് ഈക്വൽ ടു 1 by R1 plus 1 by R2 എന്ന് പറഞ്ഞ് വേണമെങ്കിൽ എഴുതാം. സോ ഞാൻ അവസാനം ഡിറൈവ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഈ രണ്ട് സെല്ലും റീപ്ലേസ് ചെയ്ത് ഇതേപോലത്തെ ഒരു സിംഗിൾ സെല്ല് വെച്ചാലും ഔട്ട്പുട്ടിൽ നേരത്തെ ഉണ്ടായിരുന്ന ഔട്ട്പുട്ട് തന്നെയാണ് ഇവിടെ ഉണ്ടാവുന്നത് എന്നാണ് നമുക്ക് കിട്ടിയത്. ഇപ്പോൾ ശ്രദ്ധിച്ചെന്ന് കരുതുന്നു. എല്ലാവരും ഇതൊന്ന് എഴുതിയിരിക്കുക. ഇത്രയും പറഞ്ഞതിൽ എന്തെങ്കിലും മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ചോദിച്ചോ. കീർത്തി, ബിനു, ഐഷ ചോദിക്കാം. എഴുതിയെടുക്കണേ. വീറ്റ് സ്റ്റോൺ ബ്രിഡ്ജ് സെല്ലിൻ്റെ കാര്യം കഴിഞ്ഞു. ഇനി വേറൊരു ടോപ്പിക്കാണ് കേട്ടോ. വീറ്റ് സ്റ്റോൺ ബ്രിഡ്ജ്. ഇതിൻ്റെ ഒരു സ്പെഷ്യൽ കേസ് മതി. ബ്രാക്കറ്റിൽ ഇങ്ങനെ ഒന്ന് എഴുതി വെച്ചേക്കാം. ബാലൻസ്ഡ് വീറ്റ് സ്റ്റോൺ ബ്രിഡ്ജിൻ്റെ കാര്യമാണ് പറയുന്നത് കേട്ടോ. അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. വീറ്റ് സ്റ്റോൺ ബ്രിഡ്ജ് എന്താണെന്നും ബാലൻസ്ഡ് എന്താണെന്നുള്ളതൊക്കെ പറഞ്ഞുതരാം. വീറ്റ് സ്റ്റോൺ ബ്രിഡ്ജ് ഇതാണ് പറയാൻ പോകുന്നത്. പഴയ സിലബസിൽ ഇത് വെച്ചിട്ട് കുറേ പ്രാക്ടിക്കലായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. ലാബിൽ കുറേ എക്സ്പെരിമെൻ്റ് ഒക്കെ വന്നിരുന്നു. ഇപ്പോൾ ലേറ്റസ്റ്റ് സിലബസ് പ്രകാരം അതൊക്കെ പോയിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ഒരു ഡെറിവേഷൻ ഉണ്ട്. അത് വെച്ചിട്ട് എന്തെങ്കിലും ഒരു സിമ്പിൾ ക്വസ്റ്റ്യനും വരാം. അത്രയേ ഉള്ളൂ. വീറ്റ് സ്റ്റോൺ ബ്രിഡ്ജ് എന്ന് പറഞ്ഞ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സർക്യൂട്ടാണ്. അതുപയോഗിച്ചിട്ട് നമുക്ക് ചില കാര്യങ്ങൾ കറണ്ട് ഒക്കെ കണ്ടുപിടിക്കാൻ പറ്റും. ലാബിൽ നമുക്ക് എക്സ്പെരിമെൻറ്റ് ചെയ്ത് കറണ്ട് വോൾട്ടേജ് ഒക്കെ കാണാൻ പറ്റും. ഇപ്പം അത് അതിൻ്റെ പ്രാക്ടിക്കൽ സൈഡ് ഇപ്പോൾ സിലബസിലില്ല. നമുക്കിതിൻ്റെ തിയറി വേണം, പിന്നെ അത് വെച്ച് സിമ്പിൾ ക്വസ്റ്റ്യനും വേണം. അത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. വീറ്റ് സ്റ്റോൺ ബ്രിഡ്ജ് എന്താണെന്ന് പറഞ്ഞുതരാം. എല്ലാവരും നല്ലപോലെ ശ്രദ്ധിച്ചിരുന്നേ. റെസിസ്റ്റൻസ്, ഇവിടെ റെസിസ്റ്റൻസ്, റെസിസ്റ്റൻസ്, റെസിസ്റ്റൻസ്. ഓക്കെ, ഒരു സ്ക്വയർ ഇങ്ങനെ സ്വല്പം ചിരിച്ച് വരയ്ക്കാം. R1 R2 എന്തെങ്കിലും പേര് കൊടുക്കുക. ചിലർ R1 ഇവിടെയും R2 ഇവിടെയും കൊടുക്കാറുണ്ട്. അതിലൊന്നും വലിയ ഇമ്പോർട്ടൻസ് ഒന്നുമില്ല കേട്ടോ. R3 R4, ചിലർ R1 R2 R3 R4 എന്ന് എഴുതാറുണ്ട്. അതൊന്നും പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല. ഓക്കെ, എന്നിട്ട് ഇത് ക്ലിയർ ആയല്ലോ. എന്നിട്ട് ഇതിനിടയ്ക്ക് കൂടി ഒരു റെസിസ്റ്റൻസും കൂടി ഉണ്ട്. ഇതിനിടയ്ക്ക് എന്താണെന്ന് വെച്ചാൽ ഒരു ഗാൽവനോമീറ്റർ വെച്ചിട്ടുണ്ട്. ഗാൽവനോമീറ്റർ എന്ന് പറഞ്ഞാൽ അത് ഗാൽവനോമീറ്ററിനൊന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി പേരിനൊരു റെസിസ്റ്റൻസ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഗാൽവനോമീറ്റർ ഒറ്റയ്ക്ക് ഇരുന്നാൽ ചിലപ്പോൾ അത് ഗാൽവനോമീറ്ററിൽ കൂടി മില്ലി ആംബിയറൊക്കെ ഫ്ലോ ചെയ്യാൻ പാടുള്ളൂ. എവിടെയെങ്കിലും വല്ല ഫോൾട്ട് വന്നാൽ ഗാൽവനോമീറ്റർ കത്തിപ്പോവും. അപ്പോൾ ഗാൽവനോമീറ്റർ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും ചുമ്മാ ഒരു സേഫ്റ്റിക്ക് വേണ്ടി ഒരു റെസിസ്റ്റൻസും കൂടിയും അതിൻ്റെ കൂടെ കാണാറുണ്ട്. അതിനിവിടെ വലിയ റോളൊന്നും വരുന്നില്ല, പറഞ്ഞെന്നുള്ളൂ. ഗാൽവനോമീറ്റർ എന്ന് പറഞ്ഞാൽ കറണ്ട് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാനുള്ളൊരു ഡിവൈസ്. ഗാൽവനോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിങ്ങനെ ഡിജിറ്റലുണ്ട് അല്ലാത്തതുണ്ട്. ഇവിടെ ഇങ്ങനെ നമ്മൾ കറണ്ട് മെഷർ ചെയ്യാനുള്ള ആ മീറ്റർ പോലെ തന്നെ മില്ലി ആംബിയറൊക്കെയാണ്. ഗാൽവനോമീറ്ററിൻ്റെ നീഡിൽ 0-ലാണ് ഇരിക്കണമെങ്കിൽ ഇതിൽ കൂടി കറണ്ട് ഇല്ല എന്ന് നമുക്ക് പറയാം. ഗാൽവനോമീറ്ററിൻ്റെ ഇതിൽ ഇതുപോലൊരു സ്ക്രീൻ ഉണ്ട്. 0-ലാണ് നീഡിലിരിക്കണമെങ്കിൽ അതിൽ കൂടി കറണ്ട് ഇല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ, ഇവിടെ നമ്മളൊരു ബാറ്ററി കൊടുക്കുന്നുണ്ട്, സപ്ലൈ, എന്തെങ്കിലും ഒരു വോൾട്ടേജ് നമ്മൾ V എന്നങ്ങാനും പേര് കൊടുക്കുക. ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഫോർ സം പർട്ടിക്കുലർ വാല്യൂ ഓഫ് R1 R2 R3 R4, നോട്ട് ഓൾവേസ്, ഗാൽവനോമീറ്റർ കറണ്ട് വിൽ ബി 0. ഗാൽവനോമീറ്റർ കറണ്ട് 0 ആയിരിക്കും. നമ്മൾ R1 R2 R3 R4 അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ഒരു പർട്ടിക്കുലർ പോയിന്റ് എത്തുമ്പോൾ എന്ത് സംഭവിക്കും? ഗാൽവനോമീറ്റർ കറണ്ട് 0 ആയിരിക്കും. അത് ലാബിൽ എക്സ്പെരിമെൻ്റ് ആയിട്ട് ചെയ്യാനുണ്ട്. ഇവിടെ ഒരു റിയോസ്റ്റാറ്റ് വെച്ചിട്ട് പതുക്കെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് R1 R2 R3 R4 ഒരു പർട്ടിക്കുലർ റേഷ്യോ, ആ റേഷ്യോ എന്താണെന്ന് കുറച്ച് കഴിഞ്ഞ് പറഞ്ഞുതരാം. R1 R2 R3 R4 ഒരു പർട്ടിക്കുലർ റേഷ്യോയിൽ വരുന്ന ആ ഇൻസ്റ്റൻറ്റിൽ ഇതിൽ കൂടി കറണ്ട് ഉണ്ടാവില്ല. അതെന്തുകൊണ്ടാണ് കറണ്ട് ഇല്ലാത്തതെന്നുള്ളതിൻ്റെ എക്സ്പ്ലനേഷൻ ഒന്നും സിലബസിലില്ല. അതുകൊണ്ട് അതിനെപ്പറ്റി പഠിക്കേണ്ട. ഇതിൽ കൂടി കറണ്ട് ഫ്ലോ ചെയ്യില്ല എന്ന് മാത്രം കരുതുക. കറണ്ട് ഫ്ലോ ചെയ്യാതെ സിറ്റുവേഷൻ വരുന്നത് എപ്പോഴാണ്? ഇവ തമ്മിലൊരു പർട്ടിക്കുലർ റേഷ്യോ വരുമ്പോൾ ആ റേഷ്യോ ഡിറൈവ് ചെയ്തെടുക്കണം. അതാണ് ഒബ്ജക്റ്റീവ്.
ഇപ്പോൾ ഇതിൽ കൂടി 0 ആംബിയർ ആണ് ഫ്ലോ ചെയ്യണത് എങ്കിൽ ഇറ്റ് ഈസ് സെഡ് ടു ബി ബാലൻസ്ഡ് വീറ്റ് സ്റ്റോൺ ബ്രിഡ്ജ്. 0 അല്ല പാസ് ചെയ്യണമെങ്കിൽ ബാലൻസ്ഡ് അല്ല. വീറ്റ് സ്റ്റോൺ ബ്രിഡ്ജ് എന്ന് പറഞ്ഞു, പക്ഷെ ബാലൻസ്ഡ് അല്ല. അപ്പോൾ ബാലൻസ്ഡ് വീറ്റ് സ്റ്റോൺ ബ്രിഡ്ജ് എന്താണെന്ന് മനസ്സിലായല്ലോ? കീർത്തി, ബിനു, ഐഷ, ക്ലിയർ? ആ, അപ്പോൾ ഇവിടെ ഒരു ഡെറിവേഷൻ ഉണ്ട്, എക്സാമിന് ചോദിക്കും. ഡെറിവേഷൻ ഉണ്ട്, അത് എക്സാമിന് ചോദിക്കും. ഫിസിക്സ് ഫുള്ള് ഡെറിവേഷൻ തന്നെയാണ്, നമ്മളൊന്നും ഒഴിവാക്കാറില്ല. അങ്ങനെ ഇവിടെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ലൂപ്പ് റൂളിനെ പറ്റി ആലോചിക്കുക. ഇങ്ങനൊരു ലൂപ്പ് വരയ്ക്കുക. ഇവിടെ ഒരു ലൂപ്പ് കാണാനുണ്ട്. ലൂപ്പ് 1 എന്നെങ്ങാനും പേര് കൊടുക്കാം. ലൂപ്പ് എന്ന് പറഞ്ഞൊരു ക്ലോസ്ഡ് പാത്ത് കാണുന്നില്ല? ഇത് ഇങ്ങനെ പോയി, ഇങ്ങനെ വന്നു, ഇങ്ങനെ പോയി, കണ്ടില്ലേ? ഒരു ലൂപ്പാണ്. ലൂപ്പ് റൂൾ ഉപയോഗിച്ചിട്ട് ഡിറൈവ് ചെയ്യുന്നത്. ഇങ്ങനെ ഒരു ലൂപ്പ്, ഇവിടെ ഒരു ലൂപ്പ് ഉണ്ട്. ഇവിടെ ഒരു ലൂപ്പ് ഉണ്ടെങ്കിലും നമ്മളത് നോക്കാതെ തന്നെ നമുക്ക് ആവശ്യമുള്ള ആളെ കിട്ടും. അതുകൊണ്ട് അത് നോക്കണില്ല. ദർ ആർ 2 ലൂപ്സ് ഹിയർ. ഞാൻ കറണ്ട് തൽക്കാലം എന്തെങ്കിലും ഒരു പേര് കൊടുക്ക്, ഇഷ്ടമുള്ളൊരു പേര് കൊടുക്ക്. ഇതിൽ കൂടി I എന്ന് പറഞ്ഞ കറണ്ട് വന്നു. അതിവിടെ ജംഗ്ഷനിൽ സ്പ്ലിറ്റായിട്ട് I1 എന്ന് പറഞ്ഞ കറണ്ട് ഇവിടെയും പോയി. ലെറ്റർ മാറിയെന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ചിലർ I1 ഇതിൽ കൂടി താഴെ കൂടി ആയിരിക്കും പോകുന്ന പോലെ എടുക്കുക. അതൊന്നും പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല. ലെറ്ററിലൊന്നും യാതൊരു ഇമ്പോർട്ടൻസും ഇല്ല. മനസ്സിലായോ? അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ബാറ്ററിയിൽ നിന്ന് എത്രയോ കറണ്ട് I എന്ന് പറഞ്ഞൊരു കറണ്ട് വന്നു, ജംഗ്ഷനിലെത്തിയപ്പോൾ രണ്ടെണ്ണമായിട്ട് സ്പ്ലിറ്റ് ആവും. ഒരു ഭാഗം I1 എന്ന് പറഞ്ഞ കറണ്ട് ഇതിൽ കൂടി പോകുമ്പോൾ റിമൈനിങ് I മൈനസ് I1 ഇതിൽ കൂടിയും പോകും. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? ഓക്കെ ആണോ ബിനു, ഐഷ? ക്ലിയർ? ആ, ഇനി ഇവിടെ ശ്രദ്ധിക്കണം, ഇതൊന്ന് ഞാൻ കംപ്ലീറ്റ് ആക്കട്ടെ. ഈ I1 ഇവിടെ എത്തി, ഇതിൽ കൂടി കറണ്ട് ഇല്ല എന്നാണ് പറഞ്ഞത്. അത് ശരിക്കും ഇവിടത്തെയും പൊട്ടൻഷ്യൽ സെയിം ആയി മാറുന്നതാണ് കാരണം. അത് നമ്മൾ എക്സ്പ്ലനേഷൻ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നില്ല, എന്നാലും നിങ്ങൾക്കൊരു ഐഡിയക്ക് വേണ്ടി പറയാം. ഇവിടുത്തെ പൊട്ടൻഷ്യലും സെയിം ആകുമ്പോൾ വാട്ടറിൻ്റെ ഫ്ലോ നടക്കില്ല. ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടെങ്കിലേ വാട്ടറിൻ്റെ ഒരു ഫ്ലോ നടക്കുള്ളൂ. ഒരു പൈപ്പ് വെച്ചിട്ടുണ്ട്, ഇങ്ങനെ ഹൊറിസോണ്ടലായിട്ട് ഒരു പൈപ്പ് വെച്ചിട്ടുണ്ട്. ഇവിടുത്തെ പൊട്ടൻഷ്യലും സെയിം ആണെന്നുണ്ടെങ്കിൽ വാട്ടറിൻ്റെ ഒരു ഫ്ലോ നടക്കില്ല. ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടെങ്കിലേ ഒരു ഫ്ലോ നടക്കുള്ളൂ. അതേസമയം അങ്ങനെ ഉണ്ടായിരുന്ന പൈപ്പ് ഇത് എങ്ങനെയാണ് വെക്കണമെങ്കിലോ വാട്ടറിൻ്റെ ഒരു ഫ്ലോ കണ്ടിന്യൂസ് ആയിട്ട് നടക്കുക അവിടെ. കാരണം ഇവിടുത്തെ പൊട്ടൻഷ്യലല്ല ഇവിടുത്തെ പൊട്ടൻഷ്യൽ. നിങ്ങൾ ഫിസിക്സ് കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ടല്ലോ, പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്ന പോലെ. അപ്പോൾ ഒരു 2 എൻ പോയിൻ്റിനിടയ്ക്ക് ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടെങ്കിലേ കറണ്ടിൻ്റെ ഒരു ഫ്ലോ നടക്കുകയുള്ളൂ. ഈ റെസിസ്റ്റേഴ്സ് ഒരു പർട്ടിക്കുലർ റേഷ്യോ കീപ്പ് ചെയ്യുമ്പോൾ ഇവിടുത്തെ പൊട്ടൻഷ്യലും സെയിം ആകുമ്പോൾ കറണ്ട് ഫ്ലോ ചെയ്യില്ല. തൽക്കാലം അത്രയും മാത്രം കരുതിയാൽ മതി. അപ്പോൾ ആ സെൻറ്ററിൽ കൂടി പാസ് ചെയ്യുന്ന ബ്രാഞ്ചിൽ കൂടി കറണ്ട് ഇല്ല. അപ്പോൾ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ നമ്മൾ ജംഗ്ഷൻ റൂൾ പ്രകാരം I1 0 ആംബിയർ ആയിട്ട് ഈ റൂട്ടിൽ കൂടി പോയപ്പോൾ I1 മുഴുവനായിട്ട് ഇതിൽ കൂടി പോകും. അപ്പോൾ കാരണം ഈ മിഡിൽ ബ്രാഞ്ചിൽ കൂടി ഒന്നും പോണില്ല. ഇങ്ങനെ വന്ന I1 ഇതിൽ കൂടി ഒന്നും പോണേ ഇല്ല. ഇങ്ങനെ വരുന്ന I1 ഫുള്ളായിട്ടും ഇതിൽ കൂടി തന്നെ പൊക്കോളും. അതന്നെ ഇവിടെ I മൈനസ് I1 ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന കറണ്ട് ഇങ്ങോട്ട് പോണില്ല, മുകളിലോട്ട് പോണില്ല, അവിടെ കറണ്ടേ ഇല്ല. അപ്പം ഇങ്ങനെ വരുന്ന I മൈനസ് I നേരെ അതുവഴി തന്നെ ഇപ്പുറത്തോട്ട് പോകും. മിഡിൽ ബ്രാഞ്ചിൽ കൂടി കറണ്ടിൻ്റെ ഒരു ഫ്ലോ നടക്കുന്നില്ല, കാരണം പൊട്ടൻഷ്യൽ ഡിഫറൻസ് സെയിം ആയതുകൊണ്ടേ. അപ്പോൾ I1 ഇവിടെ എത്തി. ഈ ജംഗ്ഷൻ എത്തുന്ന സമയത്ത് I1ഉം I മൈനസ് I1ഉം കമ്പൈൻഡ് ആവും. I മൈനസ് I1 പ്ലസ് I1 ആയി മാറും. I മൈനസ് I1 പ്ലസ് I1 വിൽ ബി I ആയിട്ട് പോവും, നെഗറ്റീവ് ടെർമിനലിലോട്ട് വരും. അത് പോസിറ്റീവ് ടെർമിനലിൽ നിന്ന് I ആയിട്ട് വന്ന ആൾ അത്രയും തന്നെ I ആയിട്ട് നെഗറ്റീവ് ടെർമിനലിലോട്ട് എത്തിച്ചേരും. ഇതാദ്യം തന്നെ ഇങ്ങനെ വരയ്ക്കേണ്ട വരും. ഇത്രയും പറഞ്ഞത് ശ്രദ്ധിച്ചോ ഐഷ, കീർത്തി? ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ബിനു? നമ്മൾ ലൂപ്പ് റൂൾ ഇതിൻ്റെ ഡെറിവേഷൻ പറഞ്ഞുതരാം, ശ്രദ്ധിച്ച് കേൾക്കണം. ഡെറിവേഷനൊക്കെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കുക, എഴുതി പഠിക്കണം. അപ്പോൾ ലെറ്റ് us കൺസിഡർ ലൂപ്പ് 1. ലൂപ്പ് റൂൾ മറന്നുപോയിട്ടില്ല എന്ന് വിചാരിക്കുന്നു, പ്രോബ്ലംസൊക്കെ അത്യാവശ്യത്തിന് ചെയ്തതാണ്. ലൂപ്പ് റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുള്ളത് എന്താണ്? ആ ലൂപ്പിലുള്ള ആകെ വോൾട്ടേജ് ഈക്വൽ ടു സം ഓഫ് IR വാല്യൂസ് ഇൻ ദ ലൂപ്പ്.
ടോട്ടൽ വോൾട്ടേജ് ഇൻ ദ ലൂപ്പ് ഈക്വൽ ടു സം ഓഫ് IR വാല്യൂസ് ഇൻ ദ ലൂപ്പ്. ലൂപ്പ് 1 വല്ല ബാറ്ററി ഉണ്ടോയെന്ന് നമുക്ക് നോക്കാം. ഈ ബ്രാഞ്ചിൽ യാതൊരു ബാറ്ററിയും കാണാനില്ല. ഈ ബ്രാഞ്ചിൽ യാതൊരു ബാറ്ററി ഇല്ല. ഈ ബ്രാഞ്ചിലും യാതൊരു ബാറ്ററി ഇല്ല. അപ്പോൾ ലൂപ്പ് 1 ടോട്ടൽ വോൾട്ടേജ് ഓഫ് ദ ബാറ്ററി 0. വോൾട്ടേജിൽ ഇങ്ങനെ 0. IR വാല്യൂസ് ആഡ് ചെയ്യണം. IR വാല്യൂ എന്ന് പറയുമ്പോൾ I1 × R1 ലൂപ്പ് 1 ഒരു ഭാഗമാണത്. IR വാല്യൂസ് ടു ബി ആഡഡ് ടുഗദർ. ഇവിടുത്തെ IR വാല്യൂ I1 R1 ആണ്. അത് പ്ലസ് I1 R1 തന്നെയാണെന്ന് നോക്കുക. I1ൻ്റെ ഡയറക്ഷൻ ലൂപ്പിൻ്റെ ഡയറക്ഷനായിട്ട് മാച്ചാണ്. I1ൻ്റെ ഡയറക്ഷനും ലൂപ്പ് ഡയറക്ഷനും സെയിമാണ്. ലൂപ്പ് ഡയറക്ഷനായിട്ട് മാച്ച് ആവുന്നില്ലെങ്കിൽ -I1 R1 എന്ന് എഴുതണമായിരുന്നു. ഇനി I1 R1 ഇവിടെ 0 × സംതിങ്. ഇവിടുത്തെ I1 R1 എന്ന് പറയുമ്പോൾ 0 × ഇവിടുത്തെ റെസിസ്റ്റൻസ്. 0 × റെസിസ്റ്റൻസ് എഴുതേണ്ട ആവശ്യമില്ല, 0 0 × ദിസ് റെസിസ്റ്റൻസ് വിൽ ബി 0. അപ്പോൾ അത് എഴുതുന്നില്ല. R2 ലൂപ്പ് 1 ഒരു ഭാഗമാണ്. R2 ഇവിടുത്തെ IR എന്ന് പറഞ്ഞാൽ I - I1 × R2. സൈൻ എഴുതാൻ വരട്ടെ. I - I1 × R2. പക്ഷെ ആ കറൻറ്റിൻ്റെ ഫ്ലോ നോക്കിയേ. ലൂപ്പിൻ്റെ ഓപ്പോസിറ്റാണ്. ലൂപ്പ് ഇത് ഇങ്ങനെ ക്ലോക്ക് വൈസിൽ വരികയാണ്. അപ്പോൾ ലൂപ്പ് പ്രകാരം അങ്ങോട്ടാണ് പോകേണ്ടത്, മുകളിലോട്ട്. അക്കോർഡിംഗ് ടു ദിസ് ലൂപ്പ് കറണ്ട് സപ്പോസ് ടു മൂവ് അപ്വേർഡ്. പക്ഷെ വരുന്ന കറണ്ട് താഴേക്കാണ്. ലൂപ്പിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് ഈ കറണ്ട്. അതുകൊണ്ട് അവിടെ -IR എന്ന് എഴുതണം. ലൂപ്പിനെ സപ്പോർട്ട് ചെയ്യുന്ന ഡയറക്ഷൻ ആണെങ്കിൽ +IR-ഉം ലൂപ്പിന് എഗെയിൻസ്റ്റ് ആയിട്ട് വരുന്ന കറണ്ട് ആണെങ്കിൽ -IR എന്ന് എഴുതാം. അത്രേ ഉള്ളൂ. എല്ലാവർക്കും മനസ്സിലായോ ലൂപ്പ് റൂൾ യൂസ് ചെയ്തത്? ഫസ്റ്റത്തേൽ ഐഷ, കീർത്തി, ബിനു. ഓക്കെ, നമുക്കിതൊന്ന് അറേഞ്ച് ചെയ്താലോ. ഈ ടേം അങ്ങോട്ട് പോയാൽ I1 R1 = I - I1 × R2 ഇങ്ങനെ എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. ഇക്വേഷൻ നമ്പർ 1 ഇരിക്കട്ടെ. ഇനി നമ്മൾ ലൂപ്പ് 2 ഉപയോഗിക്കാൻ പോവാണ്. ലൂപ്പ് 2 σV = σIR. ലൂപ്പ് 2 എവിടെയെങ്കിലും വല്ല വോൾട്ടേജ് ഉണ്ടോ? ഇവിടെ വോൾട്ടേജ് ഇല്ല, ഇവിടെ വോൾട്ടേജ് ഇല്ല, ഇവിടെയും വോൾട്ടേജ് ഇല്ല. ടോട്ടൽ വോൾട്ടേജ് 0. IR വാല്യൂസ് ടു ബി ആഡഡ്. ഇവിടെ ഒരു I1 R3 കാണാനുണ്ട്. IR വാല്യൂ എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു I1 R3 ഉണ്ട്. പ്ലസ് I1 R3 തന്നെയാണ്. ലൂപ്പിൻ്റെ അതേ ഡയറക്ഷനിൽ തന്നെയാണ് ഈ കറണ്ടും പോകുന്നത്. പിന്നെ ഇവിടെ ഒരു IR വാല്യൂ ഉണ്ട്. ഈ റെസിസ്റ്റൻസിൻ്റെ അവിടെ ഒരു IR വാല്യൂ ഉണ്ട്. I - I1 × R4. ഇവിടുത്തെ IR വാല്യൂ I - I1 × R4. I - I1 × R4. പക്ഷേ നമ്മൾ ലൂപ്പിൻ്റെ ഡയറക്ഷൻ പ്രകാരം ഇങ്ങനെ ക്ലോക്ക് വൈസിലാണ് വരേണ്ടത്. താഴേക്കാണ് പോകേണ്ടത് ശരിക്കും. പക്ഷേ ഈ I - I1 മുകളിലോട്ടാണ് പോകുന്നത്. ലൂപ്പിന് എഗെയിൻസ്റ്റ് ആയിട്ട് വന്നതുകൊണ്ട് -സൈൻ ഇടാം. ഇതോ എല്ലാവർക്കും ക്ലിയർ? ഒന്ന് റിപ്ലൈ വേണം. എല്ലാവർക്കും ക്ലിയർ? കീർത്തി, ഐഷ, എല്ലാവർക്കും ഓക്കെ. I1 R3 ലെഫ്റ്റ് സൈഡിൽ നിർത്താം. ഈ -ഓഫ് I - I1 R4 റൈറ്റിലോട്ടും പോട്ടെ. ഇക്വേഷൻ നമ്പർ 2 ഇത് എനിവേ ആൻസർ കിട്ടുമ്പോൾ ഇക്വേഷൻ 1/2 അങ്ങോട്ട് ചെയ്താൽ മതി. സിംപ്ലിഫിക്കേഷന് വേണ്ടി മാത്രം, അത്രയേ ഉള്ളൂ. ഫോർ ദ പർപ്പസ് ഓഫ് സിംപ്ലിഫിക്കേഷൻ ഇവിടെ ഡിവൈഡ് ബൈ ഇട്ടാൽ അപ്പുറത്തും ഡിവൈഡ് ബൈ ഇടണം. ഇപ്പോൾ ഡിവൈഡ് ബൈ ഇടുമ്പോൾ എന്ത് സംഭവിക്കും? ഇവിടെ ഡിവൈഡ് ബൈ ഇടുമ്പോൾ I1/I1 വെട്ടിപ്പോവും. R1/R3 എന്ന് കിട്ടും.
R1/R3. റൈറ്റ് സൈഡിൽ ഡിവിഷൻ ചെയ്യുമ്പോൾ I മൈനസ് I1 ഈ I മൈനസ് I1 വെട്ടിപ്പോയിട്ട് R2/R4. കുറച്ചുകൂടി വായിക്കാൻ എളുപ്പത്തിന് വേണ്ടി നമ്മൾ മാത്സിലുള്ളൊരു ചെറിയൊരു ഓപ്പറേഷനാണ്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ന്യൂമറേറ്റർ ബൈ ന്യൂമറേറ്റർ ഈക്വൽ ടു ഡിനോമിനേറ്റർ ബൈ ഡിനോമിനേറ്റർ അങ്ങനെ എഴുതാൻ പറ്റും. മാത്സിലൊരു ബേസിക് ആയിട്ടുള്ളൊരു ചെറിയൊരു കാര്യമാണ്. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ കൂടാതെ വേറൊരു റൂളും കൂടിയുണ്ട്. A/B ഈക്വൽ ടു C/D വന്നാൽ ന്യൂമറേറ്റർ ബൈ ന്യൂമറേറ്റർ ഈക്വൽ ടു ഡിനോമിനേറ്റർ ബൈ ഡിനോമിനേറ്റർ എന്ന് എഴുതാൻ പറ്റും. അതങ്ങനെ ഒരു ചെറിയൊരു സിമ്പിൾ റൂളുണ്ട്, അത് ഓർത്ത് വെച്ചാൽ മതി. നമുക്കിത് കാണാൻ അത്ര ഭംഗിയില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ എഴുതുന്നു. R1/R2 ഈക്വൽ ടു R3/R4. ദിസ് ഈസ് ദ കണ്ടീഷൻ ഫോർ ബാലൻസ്ഡ് വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ്. ആ നടുക്ക് കൂടി 0 ആംപിയർ ഫ്ലോ ചെയ്യണമെങ്കിൽ ഈ പറഞ്ഞ റേഷ്യോ സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടാവണം. R1/R2 എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് സൈഡ് റേഷ്യോ എന്ന് വേണമെങ്കിൽ ഓർത്തിരിക്കാൻ വേണ്ടി R1/R2 നമുക്ക് വേണമെങ്കിൽ ലെഫ്റ്റ് സൈഡ് റേഷ്യോ എന്ന് വിളിക്കാം. R3/R4 നമുക്ക് റൈറ്റ് സൈഡ് റേഷ്യോ എന്ന് വിളിക്കാം. പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് R1 R2 എന്ന് പറഞ്ഞ് ആലോചിച്ച് സമയം കളയാതെ if it is balanced Wheatstone bridge, left side resistance must be equal to the ratio of the right side resistance. ഇത് മാർക്ക് ചെയ്തത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാവർക്കും ക്ലിയർ ആയല്ലോ ബാലൻസ്ഡ് വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ്? ഓക്കെ, ക്ലിയർ? കീർത്തി, ബിനു, എല്ലാവരും അപ്പം ഇതൊന്ന് എഴുതിയെടുക്കുക. കീർത്തിക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇത് എഴുതിയെടുക്കുക, കഴിഞ്ഞാൽ പറയണം കേട്ടോ. ലെഫ്റ്റ് സൈഡ് റേഷ്യോ ഈക്വൽ റൈറ്റ് സൈഡ് റേഷ്യോ. ഓക്കെ, അതാവുമ്പോൾ പിന്നെ മറന്നും പോവില്ല അല്ലേ?